പ്രത്യാശയുമെന്നേക്കും. ശാന്തി പ്രത്യാശയുമെന്നേക്കും. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. സ്വർഗ്ഗസ്ഥിതനാം താരാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മഹനീയ തൃത്വത്തിന്റെ
സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂട് നിൽക്കുന്ന സഭയിൽ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടാലും നാഥനും സ്രഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. നമുക്ക് സമാധാനത്തോടെ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നാ പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവന
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരേ, വിശുദ്ധ പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിനുള്ള വായന. മിശിഹ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയെല്ലാം നാം പൂർണ്ണ വിജയം. എന്തെന്നാൽ മരണത്തിനോ ജീവനോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് മധുവാഞ്ഞാനൊഴുക്കിടട്ടെ. ആദനും അതുപോൽ സുതനും അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വർഗ്ഗത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെറോദേസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടർന്നു. അവർ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെറോദേസിന്റെ മരണം വരെ അവിടെ വസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചത് മനസ്സിലാക്കിയ ഹെറോദേസ് രോഷാകുലനായി. അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബേത്ലഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും രണ്ടും അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും
ഇങ്ങനെ ജെറമിയ പ്രവാചകന്റെ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയായി. റാമയിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും, സന്താനങ്ങളെ ഓർത്ത കരയിൽ അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം. എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു മിനിറ്റ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ പ്രധാനപ്പെട്ട 2 ദിവസങ്ങളുടെ നടുവിലാണ് നമ്മുടെ കുടുംബ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. ലോകമെങ്ങും ഉണ്ണിമിശിഹായുടെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ഡിസംബർ 25 2024 ആണ്ടിനോട് വിട പറഞ്ഞ് 2025 പ്രവേശിക്കുന്ന പുതുവത്സര ദിനത്തിന്റെ മധ്യത്തിലാണ് നമ്മളുള്ളത്. ഇന്ന് 27-ാം തീയതി, ഏകദേശം മധ്യത്തിലാണ്. ഒരു സാൻഡ്വിച്ച് പോലെയാണ് ക്രിസ്തുവിന്റെ ജനനത്തോടും പുതിയ വർഷത്തിന്റെ ആരംഭത്തിന്റെ ഇടയിൽ കുടുംബങ്ങൾ ഒരുമിച്ച് ചേരുകയും പരിചയം പുതുക്കുകയും ചെയ്യുന്ന നല്ല ദിനം. ഞാൻ അധികമൊന്നും ദീർഘിപ്പിക്കുന്നില്ല, വലിയ പ്രഭാഷണത്തിനും വചന പ്രഘോഷണത്തിനും മുതിരുന്നില്ല. ഒരാശംസ നേരിടുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്. ഞാനിപ്പോൾ സേവനം ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലുള്ള അരൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്. അരൂരിൽ നിന്ന് പല കാരണങ്ങൾക്കും പല ആവശ്യങ്ങൾക്കുമായി നമ്മുടെ ഭരണകാലം പാലാ പ്രദേശങ്ങളിലൊക്കെ മിക്കവാറും യാത്ര ചെയ്യുമ്പോൾ അവിടെയുള്ള ആളുകളോട് സംസാരിച്ചു കഴിയുമ്പോൾ നമ്മളുടെ കുടുംബത്തിന്റെ പേരും പണ്ട് ആയിരുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെയുള്ള കാരണവന്മാർക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. ഒരു 10-15 മണ്ണോട് മൺചേരും. അതിനുശേഷം വരുന്ന പുതിയ തലമുറയ്ക്ക് ആരെന്നോ ഏതെന്നോ എവിടെ നിന്നോ എങ്ങനെയെന്നോ ഒന്നും ഒരു പരിചയമോ എത്തുംപിടിയുമില്ല. ഒരുപക്ഷെ നമ്മളുടെ കുടുംബങ്ങൾ നേരിടുന്ന വലിയൊരു വിപത്തും അതുതന്നെയാണ്. ആർക്കും ആരെയും അറിയില്ല എന്നുള്ളതാണ്. ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കുടുംബ സംഗമങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതിൽ, കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ ആദ്യത്തെ സംഗമം സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കൊരു ചെറിയ പരിപാടി തന്നെ എല്ലാവരെയും ഏകോപിപ്പിച്ച് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴാണ് വിവിധ പ്രദേശങ്ങളിലും നാടുകളിലും വിവിധ കുടുംബങ്ങളിലും വിവിധ ജോലികൾ ചെയ്യുന്ന എല്ലാവരെയും ആദ്യം കണ്ട് പരിചയപ്പെട്ട് അവരെ പരിചയപ്പെടുത്തണം എങ്കിലേ അവർക്കറിയത്തുള്ളൂ. എനിക്കറിയത്തില്ല. അപ്പം എന്നെ പരിചയപ്പെടുത്തിയ മറ്റൊരാൾക്ക് കൊടുത്ത് അവർ ഇന്നവരാണെന്ന് പറഞ്ഞു കൊടുത്ത് അവരിങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്ത് വേരുകൾ മാത്രമല്ല തായ്വേരും അടിവേര് സഹിതം പറഞ്ഞു കൊടുത്ത് പരിചയപ്പെടുത്തി ഓർമ്മ പുതുക്കി ഇത്തരത്തിലുള്ള ഒരു ആദ്യ കുടുംബ സംഗമം ഇങ്ങനെ ക്രമപ്പെടുത്തി എടുക്കുന്നതിന് പിന്നിൽ അത്യധ്വാനം ചെയ്ത, എനിക്ക് എല്ലാവരുടെയും പേരറിയത്തില്ല, ആ സംഘടനയിൽപ്പെട്ട, സംഘടന എന്നുദ്ദേശിച്ച് ഒരു സംഘടനാ പാടവം ഇല്ലാത്ത ഒരു ഗ്രൂപ്പിനത് ചെയ്യാൻ സാധിക്കില്ല. അപ്പം അവർക്ക് നേതൃത്വം കൊടുത്തു എന്ന് എനിക്ക് തോന്നുന്ന സിജോയ്ക്ക് ആദ്യം തന്നെ വലിയൊരു അഭിനന്ദനം. നമുക്കൊന്ന് കൈയടിക്കാം. ഇത്രയും പേരെയൊക്കെ പോയി കണ്ട് മാനന്തവാടിയിലും തവിഞ്ഞാലിലും പരിസര പ്രദേശങ്ങളിലും എല്ലായിടത്തും ഇവർ പോയി എന്നാണ് അറിഞ്ഞത്. അത് തന്നെ വലിയൊരു ഭഗീരഥ പ്രയത്നം എന്ന് പറയല്ലേ, ഹെർക്യൂലിയൻ ടാസ്ക്. അത്തരത്തിലുള്ളൊരു പ്രയത്നമാണ്. ഒരുപക്ഷെ ഈ നമ്മൾ തുടങ്ങി വെക്കുന്ന ഇത്തരം ചെറിയ കാൽവയ്പ്, ചെറുതല്ല കേട്ടോ, ചെറുതാക്കി കാണുന്നില്ല, ഇത്തരത്തിലുള്ള ആദ്യത്തെ കാൽവയ്പ്പാണ് പിന്നീട് അങ്ങോട്ട് വലിയ വലിയ ചുവടുവയ്പ്പുകളിലേക്കും പരിപാടികളിലേക്കും കൂട്ടായ്മകളിലേക്കും ഒക്കെ ആക്കം കൂട്ടാൻ ഉപകരിക്കുന്നത്. അപ്പം അതിന് ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇത് സംഘടിപ്പിക്കുന്ന ഒരു പറ്റം യുവാക്കളും അവരുടെ കൂടെ കാരണവന്മാരും എല്ലാവരെയും അറിയാവുന്ന കുറച്ചു പേരും ചേർന്ന് ആർജവത്വത്തോടു കൂടി എടുത്ത തീരുമാനത്തിന് അങ്ങേയറ്റം ഈ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഇതൊരു നല്ലൊരു ചുവടുവയ്പും തുടക്കവുമാകട്ടെ. രണ്ടാമതൊരു കാര്യം, പരസ്പരം അറിയത്തില്ലാത്തൊരു തലമുറയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഈ തോട്ടത്തിൽ ഫാമിലിയുടെ ഇന്നത്തെ കുടുംബയോഗത്തിന് വേണ്ടിയിട്ടായിരിക്കണം ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഇവർ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിനകത്ത് എല്ലാവരും ഫാമിലി ഫോട്ടോയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു ഏകദേശം. പക്ഷെ എനിക്ക് തോന്നുന്നത് അതൊരു പകുതി പോലും ആയിട്ടില്ല. ബാക്കിയുള്ളവർ വീണ്ടും വെളിയിൽ നിൽക്കുകയാണ്.
അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കുടുംബ സംഗമം കൊണ്ടൊന്നും ഒരിക്കലും ഒരു പ്രദേശത്തും ഇത്തരം വലിയ കുടുംബങ്ങളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയം പുതുക്കാനോ ബന്ധം സ്ഥാപിക്കാനോ ഓർമ്മപ്പെടുത്തലുകൾ നടത്താനോ ഒന്നും സാധിക്കുകയില്ല. വർഷങ്ങളെടുക്കും ആ ഇഴനെയ്ത കുടുംബ ബന്ധങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് ഓർമ്മപ്പെടുത്തി വരാൻ. അതുകൊണ്ടാണ് ഈ ആദ്യത്തെ ചുവടുവയ്പ് വലുതാണെന്ന് പറഞ്ഞത്. വളരെ പരിമിതമായ കുടുംബ സാഹചര്യങ്ങളിൽ നിന്ന് ഇന്ന് എത്തിച്ചേരാൻ പറ്റുന്നവർ മാത്രമേ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളൂ. ഇവിടെ വരാൻ സാധിക്കാത്ത 2ഉം 3ഉം 4ഉം ഇനി 5 തലമുറയ്ക്ക് വേണ്ടി പ്രിപ്പറേഷൻ എടുക്കുന്നവർ ഇതിൻ്റെ അകത്തുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരത്തിലുള്ള 1, 2, 3, 1ഉം 2ഉം തലമുറ ഏകദേശമൊക്കെ കുറേ പേര് അന്യം നിന്ന് മരണമടഞ്ഞു പോയി. വീണ്ടും 2ൻ്റെ പകുതി 3, 4, 5ലേക്ക് പ്രവേശിക്കുന്നു. ഇത്രയും തലമുറയിൽപ്പെടുന്നവരാണുള്ളത്. അതിൽ തന്നെ ഇവിടെ ഇപ്പോൾ സന്നിഹിതരായിട്ടുള്ളവരെ നടക്കാൻ പറ്റുന്നവരും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവരും ഒക്കെയാണ്. വരാൻ പറ്റാത്ത കാരണവന്മാർ കുറേ പേരുണ്ട്. ജോലി സാഹചര്യങ്ങൾ മൂലം വിദേശത്തായിരിക്കുന്ന നിരവധി കുടുംബങ്ങളും കുടുംബാംഗങ്ങളുമുണ്ട്. അവർക്കിതിൽ സംബന്ധിക്കാൻ സാധിക്കുകയില്ല. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് ലൈവ് സംപ്രേഷണം നടത്തുന്നുണ്ട്. എല്ലാവർക്കും ഹൃദ്യമായ കുടുംബ കൂട്ടായ്മയുടെ അനുമോദനങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. ഇത് ഓൺലൈനിലും മറ്റുമായി വിവിധ പ്രദേശങ്ങളിലും ദേശങ്ങളിലും ഇരുന്ന് ആത്മന ഇതിൻ്റെ അകത്ത് പങ്കുചേരുന്നവരെ പ്രാർത്ഥനയിൽ കൂട്ടായ്മയിൽ ഈ തുണ്ടിയിൽ പേരാവൂർ പ്രദേശത്ത് വെച്ച് ഞങ്ങൾ ഓർക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഈ ബെഞ്ചിലും ഈ പള്ളി പരിസരത്തും ഈ ഓഡിറ്റോറിയത്തിലും സ്നേഹവിരുന്നിലുമൊക്കെ ഉണ്ട് എന്ന വലിയൊരു ആത്മസന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. ഈ നിർവൃതി വീണ്ടും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും ഇടമുറിയാതെ കണ്ണിമുറിയാതെ കൊണ്ടുപോകുന്നതിനും നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈ നമ്മുടെ പൂർവികർ മലബാറിലേക്ക് കുടിയേറിയതാണെന്ന് പറയുന്നത് അത് തന്നെ ഒരു ധീരതയുള്ള ചുവടുവയ്പ്പായിരുന്നു. എന്നോട് ചോദിച്ചാൽ നമ്മളുടെ കാരണവന്മാർ ചെയ്ത ഏറ്റവും വലിയ തൻ്റെ ഇടം എന്ന് പറയുന്നത് അവർ ഗതികേട് കൊണ്ട് നാട്ടിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിയതാണെന്ന് ഒരു വാദമുണ്ട്. ആ വാദത്തോട് ഞാൻ അത്ര യോജിക്കുന്നില്ല. ഗതികേട് കൊണ്ടാണെങ്കിൽ പോലും ഇത്ര നാളുകൾ മൈലുകൾ താണ്ടി ഇവിടെ എത്തി കുടുംബം അതിൻ്റെ സുസ്ഥിതിയിൽ പങ്കുവയ്ക്കലിൽ പ്രാധാന്യം കൊടുത്ത് വിശ്വാസം നഷ്ടപ്പെടാതെ പലയിടത്തും ഇടവകകൾ തന്നെ തുടങ്ങിയതും പള്ളികൾ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തത് തോട്ടത്തിൽ ചാരന്തോട്ടിയിൽ കുടുംബങ്ങളാണെന്ന് പറയുന്നതിൽ തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് എൻ്റെ കാരണവന്മാരും മുന്നിലുള്ള പൂർവ്വപിതാക്കന്മാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവർ പെറുക്കി വെച്ച കല്ലുകളാണ് ഇന്നത്തെ ഇടവക ദേവാലയത്തിൻ്റെയൊക്കെ അടിസ്ഥാനമിടുന്നത്. അവർ രൂപം കൊടുത്ത ഗായക സമൂഹങ്ങളായിരുന്നു വിശ്വാസ ഗീതങ്ങൾ അന്നത്തെ കുർബാനയിലും മറ്റുമൊക്കെ ആലപിക്കാനുണ്ടായിരുന്നത്. അവർ വേദപുസ്തകവും മതവും വിശ്വാസവും പറഞ്ഞു കൊടുത്ത ഒരു തലമുറയാണ് നമ്മുടെ കാരണവന്മാരും നമ്മുടെ പൂർവികരും എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ അങ്ങേയറ്റം ഈ ഗതികേട് എന്നൊരു വാക്ക് മിക്കയിടങ്ങളിലൊന്നും ഉപയോഗിക്കുന്നുണ്ട് കുടിയേറ്റത്തിൻ്റെ. അത് നാട്ടിലുള്ളവർ പറയുന്നതാണ്. പക്ഷെ നമുക്കതൊരു ഒരു എന്താ പറയുക ഒരു പരാമർശമായിട്ട് ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും അവർ മലബാറിലേക്ക് കുടിയേറാൻ കാണിച്ച അവരുടെ ധൈര്യം, നട്ടല്, തൻ്റെ ഇടം ഇതൊക്കെ അന്യം നിന്ന് പോകാതെ അവരുടെ പാരമ്പര്യ മഹിമയായി പിന്തുടരാൻ നമുക്കും അവകാശമുണ്ട്. അല്ലെങ്കിൽ അത് വലിയ ആഹ്വാനമാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. അവർ എന്താ പറയുക, എത്ര രോഗമോ പട്ടിണി ഉണ്ടായിരുന്നാലും കൂട്ടായ്മയിൽ നിന്ന് അവർ വിഭിന്നപ്പെട്ട് നിന്നിട്ടില്ല. എത്ര ദുരിതമോ ക്ലേശങ്ങളോ ഉണ്ടായിരുന്നാലും വിശ്വാസ ജീവിതത്തിന് അവർ പുറകോട്ട് പോയിട്ടില്ല. പുതിയ തലമുറയ്ക്ക് അന്യം നിന്ന് പോകുന്ന ചില എന്താ പറയുക സ്വഭാവ സവിശേഷതകൾക്കൊക്കെ ഘടകവിരുദ്ധമായി അന്ന് അവർ വലിയ നിലപാടെടുത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ഈ ക്ലേശങ്ങളിലൂടെ ഇത് നമ്മൾ നടന്നു പോയിട്ടില്ല. പണ്ടനുഭവിച്ച ക്ലേശങ്ങളും പട്ടിണികളും പരിദേവനങ്ങളും മൃഗശല്യങ്ങളും അസുഖങ്ങളും ഒന്നും ഇവിടെ വീണ്ടും വീണ്ടും പരാമർശിക്കുന്നതിൽ വലിയ സാങ്കത്യമില്ല. കാരണം എന്നേക്കാൾ കൂടുതൽ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളതും പരിചയമുള്ളതും എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾക്കൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് ഘോരഘോരം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താണ് പറയുക ഒരു വാചക കസർത്ത് മാത്രമേ ആകുന്നുള്ളൂ. കാരണം എനിക്കതിന് നേരിട്ട് അനുഭവമില്ല. ഈ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമ്മൾ അവരെയൊക്കെ അനുസ്മരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഒപ്പീസ് ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. ബന്ധങ്ങൾ പൂർത്തിയാക്കാനും കോർത്തിണക്കാനും ദൈവം സഹായിക്കട്ടെ. ബൈബിളിലെ ആദ്യത്തെ പലായനം എന്ന് പറയുന്നത് അബ്രാഹത്തിൻ്റെതായിരുന്നു. സാറായെയും കൂട്ടി
ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്ന ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് അബ്രഹാം പിൻപ് നോക്കാതെ ഇറങ്ങി പുറപ്പെടുകയാണ്. വിശ്വാസമായിരുന്നു അടിസ്ഥാനവും കൈമുതലുമായിട്ടുണ്ടായിരുന്നത്. മോശയുടെ നേതൃത്വത്തിൽ അഹ്റോന്റെയും കൂടെ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് അവർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട നാട്ടിലേക്ക് പോയതും വലിയൊരു കുടിയേറ്റമായിരുന്നു, പലായനമായിരുന്നു. ഇപ്പോൾ ബൈബിളിൽ ഇതിന് അടിസ്ഥാനങ്ങൾ കിടക്കുകയാണ്. പൂർവ്വപിതാക്കന്മാരുടെ തൻ്റെ ഇടം, നട്ടെല്ല്. യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന തോമസ് ക്രിസ്തുവിൻ്റെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നതും വലിയൊരു പലായനമായിരുന്നു, വലിയൊരു കുടിയേറ്റത്തിൻ്റെ ആരംഭം കുറിക്കലായിരുന്നു. ഇതൊക്കെ തൻ്റെ ഇടമുള്ളവർക്കും നട്ടെല്ലുള്ളവർക്കും പറഞ്ഞിട്ടുള്ള പണിയാണ്. ഗതികേട് കൊണ്ടുവരുന്നവരല്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ദൈവത്തിൻ്റെ പദ്ധതിയാണോ ഇതിൻ്റെയൊക്കെ പിറകിൽ കിടക്കുന്നത്, അല്ലാണ്ട് ഒരു ഒളിച്ചോട്ടമല്ല. ദൈവം പറഞ്ഞയക്കുന്നതാണ്. നീ പോവുക, നീ ചെയ്യുക, നീ ആയിരിക്കുക, നീ സ്ഥാപിക്കുക തുടങ്ങിയ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളോട് ചെവി തിരിക്കാതെ, അതിനെ അവഗണിക്കാതെ ചങ്കൂറ്റത്തോടുകൂടി അതിന് മറുപടി കൊടുക്കുന്ന ഒരുപറ്റം പൂർവ്വപിതാക്കന്മാരുടെ കുടുംബ മഹിമയിൽ അതിൻ്റെ ഇടയ്ക്കുള്ള കണ്ണികൾ എന്ന രീതിയിൽ പങ്കുചേരുന്നവരാണ് നമ്മളൊക്കെ. ദൈവത്തിന് നന്ദി പറയാം, നല്ല കുടുംബം നമ്മൾക്ക് നൽകിയതിന്. തൻ്റെ ഇടവും കരുത്തും വിശ്വാസവും നട്ടെല്ലുമുള്ള പൂർവികരെ നമുക്ക് നൽകിയതിന് ദൈവത്തിന് നന്ദി പറയാം. സർവോപരി ഇന്ന് ഒരുമിച്ച് ഈ കുടുംബ കൂട്ടായ്മയിൽ പങ്കുചേരാൻ അനുവദിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. കൂടുതൽ വിശ്വാസത്തിലും തീക്ഷ്ണതയിലും പരിചയത്തിലും ഓർമ്മപ്പെടുത്തലുകളിലും സൗഹൃദ ബന്ധങ്ങളിലും നമുക്ക് മുൻപോട്ട് പോകാനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് മനുഷ്യനായി പിറന്ന മിശിഹായെ ധ്യാനിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു എന്ന് ഏറ്റുപറയാം. വിനീതരെ ആട്ടിടരെയും വിജ്ഞാനികളെ രാജാക്കന്മാരെയും ദിവ്യശിശുവിന്റെ സവിധത്തിലേക്ക് നയിച്ച ദൈവമേ, തന്നെ തിരുക്കുമാരനെ മനുഷ്യാവതാരം വഴി എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും മാതൃക കാട്ടുകയും സമാധാനം പ്രത്യാശയും നൽകി ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ, പാപം മൂലം അടയ്ക്കപ്പെട്ട പരദീസായുടെ വാതിൽ തുറന്നു തരുന്നതിനും മനുഷ്യ ശരീരമെടുത്ത് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനും അങ്ങയുടെ പ്രിയ ദൈവമേ, തന്റെ ഏകജാതനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ നൽകാൻ തക്ക സ്നേഹിച്ച ദൈവമേ, ദാസന്റെ രൂപം ധരിച്ച് കാര്യത്തൊഴുത്തിൽ പിറന്ന ദിവ്യസുതൻ വഴി പതിതരെയും പാവപ്പെട്ടവരെയും തന്നിലേക്ക് അടുപ്പിച്ച ദൈവമേ, മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മെത്രാപ്പോലിത്തായും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പോലിത്തായും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കുന്ന ദൈവമേ, പുത്രനായ മിശിഹായുടെ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കുകയും ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ അങ്ങയുടെ തിരുക്കുമാരനെ നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും നീതിമാനായ മാർ യൂസഫിനോടും വിനീതരായ ആട്ടിടയരോടും ചേർന്ന് ഞങ്ങളും ദിവ്യ പൈതലിനെ സ്വീകരിച്ച് ആരാധിക്കുന്നു. ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും മിശിഹ അവതീർണനാകാനും ദൈവമക്കൾക്ക് ഉചിതമായ ജീവിതം നയിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേനിളവുമിതാ പാവനബലിപീഠേ സ്നേഹഭയങ്ങളോടണയുകനാ അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിര
സുതനും ദിവ്യറൂഹായ്ക്കും സ്തുതി. ദൈവാംബികയെ മറിയോസേപ്പിനെ സാദരമൂർത്തിയിടാ. പാവനമീ ബലിയിൽ ആദിയിലെ പോലെന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേക്ഷിതരെ, ഏകജ സ്നേഹിതരെ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാവരും മഹിതോദ്ധാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവും ത്രിത്വത്തെ മോദാം നിത്യം വാഴ്ത്തിടാം. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ ശക്തനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രിയർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ അങ്ങയെ ശക്തനാക്കട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാത്രകത്താൽ യോഗ്യരാക്കിയല്ലോ. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ.
പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും, എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും, എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടും, സ്തുതിഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും തന്നെ കാസയിലെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ.
നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണല്ലോ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തുവല്ലോ. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപാധ്യക്ഷനായ ജോസഫ് പിതാവിനും ഞങ്ങളുടെ മറ്റ് രൂപതാധ്യക്ഷന്മാർക്കും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതരൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി വിധവർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും പ്രത്യേകമായി വിശ്വാസത്തിൽ ഞങ്ങളെ വളർത്തുകയും ഇന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്ന ഞങ്ങളുടെ പൂർവികരും ബന്ധുജനങ്ങളുമായ വേണ്ടിയും അവരെ പ്രാർത്ഥനാപൂർവം ഓർത്തുകൊണ്ട് കുടുംബങ്ങളുടെ ഐക്യത്തിനും സ്നേഹത്തിനുമായി ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ഞങ്ങളെയും ഇതിനുവേണ്ടി ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയവരെയും വിശിഷ്യ അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ഇവിടെ ആയിരിക്കുന്ന വിവിധ ദേശങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ കാത്തിരിക്കുന്ന സകലർക്കു വേണ്ടിയും യോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. വിശുദ്ധ ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചതും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയശുദ്ധവും ജീവദായകവും ദൈവവുമായ രഹസ്യ സന്തോഷത്തോടെ ഞങ്ങൾ സ്തുതിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിശബ്ദമായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപമോചനത്തിനും മരിച്ച ഉയർപ്പിലുള്ള പ്രത്യാശയ്ക്കും നിന്നെ എതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങളങ്ങേ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു.
അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ശോംശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുമോ, എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവേ ശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോട് സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലെയും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ വിവിധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയനും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു.
റൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഒഴിവെന്നേക്കും ആമേൻ. ഗോതമ്പിൻ പൂവെള്ളപ്പമായി എന്നാവിലലിയുന്ന പൊൻ സ്നേഹമേ, വെട്ടത്തിൽ പ്രഭയോടെ തെളിയുന്ന ദീപമേ, അലിവായെന്നിൽ വരുമോ കരുണാർദ്ര സ്നേഹം തരുമോ, ഗോതമ്പിൻ പൂവെള്ളപ്പമായി എന്നാവിലലിയുന്ന പൊൻ സ്നേഹമേ. കനിവെഴും നാഥനൻ കരതാരിൽ വന്നപ്പോൾ കൊതിയോടെ ഞാൻ നോക്കി നിന്നു. കാരുണ്യമേ, നിറവായെന്നിൽ വരുമോ കനിവൂറും സ്നേഹം തരുമോ, ഗോതമ്പിൻ പൂവെള്ളപ്പമായി എന്നാവിലലിയുന്ന പൊൻ സ്നേഹമേ.
സ്നേഹമേ കരുണാർദ്ര സ്നേഹം തരുമോ ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലായി നാവിൽ അലിയുന്നു. നാഥൻ സ്വന്തമാ എന്റേതാകുന്നു. സ്വർഗത്തിൻ സ്വരമൻ സ്വത്തായി മാറുന്നു. നെഞ്ചോടു ചേർന്റെ ഈശോ ആ ചങ്കിലെ ചൂടേകി എന്നിൽ പ്രാണൻ വെടിഞ്ഞെന്റെ ഈശോ സ്വന്തം ജീവൻ പകർന്നേകി എന്നിൽ. നിന്നിൽ വളരുവാ എന്നിൽ കുറയുവാ നീയായി മാറും നീ തിരുബലിയിൽ. നിന്നിൽ വളരുവാ എന്നിൽ കുറയുവാ നീയായി മാറും നീ തിരുബലിയിൽ. ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലായി നാവിൽ അലിയുന്നു. ത്തിനുള്ളിൽ അലിയും നീയൻ ബലിയായി മാറുന്നു. ഉള്ളിനുള്ളിൽ വാഴുമ്പോൾ ആത്മം നിറയുന്നു. ത്തിനുള്ളിൽ അലിയും നീയൻ ബലിയായി മാറുന്നു. ഉള്ളിൽ വാഴുമ്പോൾ ആത്മം നിറയുന്നു.
പരിശുദ്ധാത്മ കൃപാവർത്താന സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവന്റെ വാഗ്ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കൃതജ്ഞതയോടുകൂടെ നന്ദി നിറഞ്ഞ മനസ്സോടുകൂടെ ഈ വിശുദ്ധ ബലിയിൽ ഞങ്ങളെ ചേർത്ത് നിർത്താനും ഒരുമിപ്പിക്കാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ അർപ്പിക്കാനും ഞങ്ങളിൽ വേറെ പിരിഞ്ഞു പോയവരെ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അനുഗ്രഹം നൽകിയ നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും ദൈവാനുഗ്രഹങ്ങൾ ധാരാളമായി യാചിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ സമാപന ആശീർവാദ കർമ്മത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവായ ദൈവമേ, മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നുവല്ലോ. അങ്ങയുടെ ജീവനായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കാനും മാലാഖമാരോടുകൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യനാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും സകലത്തെയും പവിത്രീകരിക്കുന്ന തന്നെ മൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവർത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും അച്ചാരം നിന്റെ കാരുണ്യാദ്രകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമായി വിധമർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാവരോടും ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ.
സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കർത്താവേ സ്വസ്തി. കടങ്ങളും പ്രതിക്കും പാപങ്ങളും മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കാൻ ഞങ്ങൾ വരുമ്പോഴൂടാ. എത്രയും ദൈവമാതാവേ, നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും ഉപേക്ഷിച്ചതായി കേട്ടില്ല നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ ദയുള്ള മാതാവേ, ഈ വിശ്വാസം ധൈര്യപ്പെട്ട് നിർബാധിതരാണേ. ഞാൻ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തുടർന്ന് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയി മറ്റു കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ദേവാലയത്തിൽ ഇവിടെ വെച്ച് തന്നെ നമ്മൾ വേറെ പിരിഞ്ഞു പോയ കാരണവന്മാർക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടിയുള്ള പൊതു ഒപ്പീസ് നടത്തുന്നതായിരിക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്താനം രക്ഷയുയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴി അങ്ങേ സുതരാണവനെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവൻ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദിമുതൽ നയിക്കുവാമേ. തെളിവായ എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ.
മഹനീയമായ നിന്റെ തൃത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവെ അനുഗ്രഹിക്കണമേ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം നോഹബറാഹം ഇസഹാക്യാക്കോ മഹിതാശയർതൻ പരിപാവനമാം ബലികൾ പോലെ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. പുരുവത്സലരാം ശ്ലീഹരുമൊരുപോൽ വിനയാന്വിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലി പോൽ നാഥ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധിദിനത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെയും സഹോദരീ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.